ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡാൻസിങ് DJ ആണ്. ഞങ്ങൾ കുറെ സോങ്സിന് മാച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഈ ഒരു പഴയ സാധനം ഈ റിബ റിബ എന്ന് പറഞ്ഞിട്ട് ആ സോങ് പിന്നെ ആ സ്പോട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ഡാൻസ് കൊറിയോ ചെയ്ത് വീഡിയോ ഇറക്കി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ നമ്മള് കേരളം കത്തിക്കുണ്ടി ചേട്ടാ. കത്തിരി പാൻ ഇന്ത്യ കത്തലായി പോയത്. സച്ചിനെ കാണാൻ ആസിഫ് അലിയുടെ കെട്ടുണ്ടല്ലേ? നമ്മൾ ഇറക്കി കഴിയുമ്പോ അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് പോയി അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെക്കാളും കൂടുതൽ വ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, മാറിന്ന് കരയാണ്. ഓൾറെഡി നമ്മൾ വേറെ ഒരു പാട്ട് അടിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും മണിച്ചാന്റെ പാട്ടിടും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. മണിച്ചാടിന് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ക്രൗഡ് ആകെ ഇളകി മറയും. വേടൻ വന്നപ്പോ വേടൻ മണിച്ചാട്ടിനോ എങ്ങനെ കൊളാബ് ചെയ്ത എങ്ങനെയുണ്ടാവും. എല്ലാരും അടിച്ചു കയറി താമരപ്പെണ്ണ. ഈ വേർഡ് പ്ലേ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ അന്താക്ഷരി കളിക്കണ പോലെ ഒരു അക്ഷരം വെച്ച് എൻഡ് ചെയ്യുന്നിടത്ത് അടുത്തൊരു സോങ്ങിന്റെ അക്ഷരം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അടിച്ചു കയറി വാ. അപ്പൊ വാ പിടിച്ചിട്ട് തുടങ്ങണ പാട്ടുകൾ ഇങ്ങനെ ആലോചിച്ചപ്പോ വാ താമരപ്പെണ്ണായിരിക്കും. അതുപോലെ അമ്മയുടെ കൂടെ വന്നിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ദ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ. ഇപ്പോഴും ഇടയ്ക്ക് എന്റെ ഷോസിനൊക്കെ വന്ന് ഫ്രണ്ടിൽ നിന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് നമുക്ക് കുറെ DJസിനെ അറിയായിരിക്കും, നമുക്ക് കുറെ ഡാൻസേഴ്സിനെ അറിയായിരിക്കും. പക്ഷെ ഡാൻസിങ് DJ എന്ന് കേട്ടിട്ടുണ്ടാവും. ബിക്കോസ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡാൻസിങ് DJ ആണ്. വി ഹാവ് ഡീൻ ജോൺസ് വിത്ത് us on Club FM. Thank you so much. സച്ചിൻ കൂടെ തന്നെ ക്രിസ്ബൺ. വെൽക്കം ടു Club FM guys. Thank you. റീസെന്റ് കണ്ടൊരു റീല് തന്നെ പറയാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ആവും. കുറച്ചൊരു കലോത്സവം ഫ്ലിപ്പ് എന്ന് പറയും. കലോത്സവത്തിൽ കുറച്ച് പിള്ളേർ ഇങ്ങനെ പാടിയിട്ട് അതിനെ നിങ്ങളൊരു സംഭവം ചെയ്തേക്കുന്നത്. ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. നമ്മൾ ലൈവ് ഷോന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പെർഫോം ചെയ്യുന്നത്. കുറച്ചും കൂടെ ഇലക്ട്രോണിക് മ്യൂസിക് അങ്ങനെ റിലേറ്റഡ് ആയിരിക്കും ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അതെ അതെ. അപ്പൊ ആക്ച്വലി ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഓഡിയോസ് ഒക്കെ വരുമ്പോൾ അപ്പൊ തന്നെ സേവ് ചെയ്തിടും. അപ്പൊ ഈ ഒരു ഓഡിയോ കലോത്സവത്തിന്റെ ടൈമിൽ ഇത് കുറച്ച് വൈറലായിരുന്നു. അപ്പൊ സേവ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇത് ഇത് ശരിക്കും പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല, വെറുതെ മിക്സ് ചെയ്തതാ. അത് ആക്ച്വലി ശരിക്കുള്ള കഥ പറയണോ? അതായത് ഇവർക്ക് ഷാപ്പിൽ പോയി കറി കഴിക്കണം. അപ്പൊ എന്നെ വിളിച്ചു, ഷാപ്പിൽ പോകണുണ്ട്, കറി കഴിക്കാൻ വരുന്നുണ്ട്. കറി ഉണ്ടാ നോട്ട് ദ പോയിന്റ്. അപ്പൊ ഇവര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഷാപ്പിലെത്തിയപ്പോൾ ഷാപ്പ് പൂട്ടിയിട്ടേക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു വരണ്ട, ഷാപ്പ് പൂട്ടി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വേറെ ഷാപ്പിൽ പോവാം. അപ്പൊ ഞങ്ങൾ അടുത്ത ഷാപ്പ് പോയപ്പോൾ അവിടെയും പൂട്ടിയിട്ടേക്കണം. പിന്നെയാണ് അന്ന് അറിഞ്ഞത് അന്ന് ഷാപ്പല്ല അവധിയായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് മറ്റേ ഉണക്കമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചിട്ട് പിരിയാറ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ ഇവര് പറഞ്ഞു അന്ന് സാരമില്ല, നമ്മൾ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ വീട്ടിലേക്ക് പോണ വഴിക്ക് എന്തായാലും വീട്ടിലേക്ക് വരണല്ലോ ഡീൻ ചേട്ടാ, നമുക്ക് മറ്റേ എന്തെങ്കിലും റീല് നമുക്ക് ചെയ്താലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം സേവ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്താലോ. അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവിടെ വെച്ച് അപ്പൊ തന്നെ മിക്സ് ഉണ്ടാക്കി. അപ്പൊ സച്ചിനാണ് ഈ പാട്ട് ഞങ്ങൾ കുറെ സോങ്സിന് മാച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഈ ഒരു പഴയ സാധനം ഈ റിബ റിബ എന്ന് പറഞ്ഞിട്ട് ആ സോങ്. ഞങ്ങള് വണ്ടിയിൽ പോണ സമയത്ത് 3 ട്രിപ്പിൾ അടിച്ച ഞങ്ങള് അപ്പൊ പോണെങ്കിൽ ഓരോ പാട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഈ സോങ് ആയിട്ട് മാച്ച് ആവുന്ന ഏത് സോങ് കിട്ടുന്ന ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് സോങ്സ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ പോകുമ്പോ ഓരോ പാടുന്നോറും കണക്ട് ആയി വരുന്ന സോങ് കിട്ടി. അപ്പൊ ഞാൻ ഡീഞ്ഞാനോട് പറഞ്ഞു, ഡീഞ്ഞാട്ടാ നമുക്ക് ഇത് വെച്ച് പറഞ്ഞു പിടിച്ചാലോ. അപ്പൊ ഡീഞ്ഞാന പറഞ്ഞു എന്നാ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തു. പിന്നെ ആ സ്പോട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ഡാൻസ് കൊറിയോ ചെയ്ത് വീഡിയോ ഇറക്കി. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഡീഞ്ഞാട്ടാ നമ്മള് കേരളം കത്തിക്കും ഡീഞ്ഞാട്ടാ, നാളെ നമ്മള് കേരളം കത്തിക്കും പറഞ്ഞു. കത്തിരി പാൻ ഇന്ത്യ കത്തലായി പോയത്. ശരിക്കും എത്ര ലൈക്സിന് 1.something million 1.3 മില്യണോ 4 million ലൈക്സ്. എത്ര വ്യൂസിന്റെ ടോട്ടൽ? ഇപ്പൊ 14.3 മില്യൺ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. പോളി. അപ്പൊ ആ പിള്ളേര് ആ പാട്ട് പാടി ഒറിജിനൽ പിള്ളേരില്ലേ, അവരെ നിങ്ങൾ കണ്ടിരുന്ന? അവരെ കണ്ടില്ല. അവര് ഫസ്റ്റ് നമ്മൾ റീലിട്ട് അന്ന് തന്നെ ഒരു മെസ്സേജ് അയച്ചായിരുന്നു, നമ്മളെ കണ്ടുപിടിച്ച് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞു.
അത് വീഡിയോ എടുത്ത് ഇട്ട ഒരു ചേട്ടനുണ്ട്, പുള്ളിയും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആളാണ് അദ്ദേഹമാണ് ഇത് പകർത്തിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ എല്ലാവർക്കും നന്ദി. നന്ദിയുണ്ട്. ശരിക്കും നിങ്ങളുടെ പാഷൻ ഡാൻസ് ആണോ DJ ആണോ? മ്യൂസിക് ആണ് ആക്ച്വലി. മ്യൂസിക് കൊണ്ടാണ്, മ്യൂസിക് കൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്. മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഡാൻസ് കളിക്കുന്നതും. ഇതുപോലെ DJ ആണെങ്കിലും അങ്ങനെ. അപ്പൊ ആദ്യം ഇങ്ങനെ തുടങ്ങിയത് അപ്പൊ പാട്ട് പാടി അങ്ങനെയാ? അല്ല, ഡാൻസ് കളിച്ച് തന്നെ തുടങ്ങിയത്. ഞങ്ങൾക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു സംഭവം മൈക്കിൾ ജാക്സൺ ആണ്. മൈക്കിൾ ജാക്സനെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാനാണെങ്കിലും സച്ചിനാണെങ്കിലും മൈക്കിൾ ജാക്സന്റെ ഡാൻസ് മൂവ്സ്, ആളാണെങ്കിൽ ഡാൻസും കളിക്കും പാട്ടും പാടും. അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ വീണ്ടും ഡാൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ DJയിലോട്ട് വന്നത് ആക്ച്വലി കോവിഡാണ് DJയിലോട്ട് എത്തിച്ചത്. കോവിഡ് ടൈമിൽ വെറുതെ ഇരുന്നപ്പോൾ ആലോചിച്ചു, ഇങ്ങനെ ഡാൻസിന് വേണ്ടിയിട്ട് സോങ്സ് ഒക്കെ കട്ട് ചെയ്ത് മിക്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് പിന്നെ DJing ഒന്ന് ട്രൈ ചെയ്ത് വിടാന്ന് വിചാരിച്ചു. അങ്ങനെ പഠിച്ചതാണ്. യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. അതിലേക്ക് വരാട്ടെ. അതിന് മുമ്പ് നിങ്ങളുടെ പാഷൻ ശരിക്കും എന്താന്ന് പറയൂ രണ്ടാൾ? ഡാൻസ്, പ്രൊഫഷണലി ഡാൻസേഴ്സ് ആണ്. അതിന്റെ ഇടയിൽ ഇവൻ ഒന്ന് UK പോയായിരുന്നു ജോലിക്ക് വേണ്ടി, ഞാനൊന്ന് ജോലിക്ക് പോയായിരുന്നു. UK-ലല്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ബാംഗ്ലൂരൊക്കെ പോയി. അത് പക്ഷെ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ നമ്മുടെ ഇതല്ല, നമ്മുടെ ഡാൻസ് മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. ബാക്ക് ടു ഡാൻസ്. ഇപ്പൊ ഓക്കെ, ഹാപ്പി. അവിടെ ക്രിസ് ബൺ സെയിം അതന്നെ. വേറെ ജോലി, ഞാൻ ആർട്ടിസ്റ്റ് ഫീൽഡിൽ നിന്ന് ജോലി ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അപ്പോൾ കോസ്റ്റ്യൂംസിന്റെ ചെറിയ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ്, പിന്നെ നമുക്ക് കളിക്കണം, ഇങ്ങനെ വേറെ ആൾക്കാരെ കണ്ട് ഇൻസ്പയർ ഇങ്ങനെ കളിക്കണം എന്ന രീതിയിലാണ് ഡാൻസ് ഫീൽഡിങ് എത്തണത്. പിന്നെ അതൊരു അഡിക്റ്റായി ഡാൻസ്. ഡീസോൾസ് ചെല്ലും തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് കയറിയത്. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചാലക്കുടി സ്റ്റുഡിയോ മാനേജറായിട്ട് വർക്ക് ചെയ്യണു, ട്രെയിനറാണ്. അതിന്റെ ഇഷ്ടം കൊണ്ടാണ് അത് ഭാഗ്യം. താങ്ക് യു. സച്ചിനെ കാണാൻ ആസിഫലിയുടെ കെട്ടുണ്ടല്ലേ? പിന്നെ എനിക്കങ്ങനെ തോന്നി. ബൈ ദ വേ, നിങ്ങൾ എങ്ങനെയാണ് മിക്സിംഗ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞല്ലോ കോവിഡ് സമയത്താണ്, യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നില്ല ഇതൊക്കെ? ലൈക്ക് വൺസ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ്, അതൊരു രസമാണ്. അതിന്റെ പിന്നാലെ പോവാനും അത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അത് എന്താണെന്ന്. അപ്പോൾ അതിന് നമ്മൾ ആരും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. അപ്പോൾ അത് പക്ഷെ നമ്മളെ തല്ലി പഠിപ്പിക്കേണ്ട, പക്ഷേ ഇത് നമ്മളെ തല്ലി പഠിപ്പിക്കേണ്ട. ഒരെണ്ണം കഴിയുമ്പോൾ അപ്പോൾ അടുത്തത്. അപ്പോൾ ആക്ച്വലി DJing യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. പാട്ട് റീമിക്സ് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമുക്ക് DJing ലൈവായിട്ട് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഓർത്തു നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കണം അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു 1 year DJing ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കൊച്ചിയിൽ ഒരു ജോ ആൻ്റൺ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്, പുള്ളിയുടെ അടുത്തൊരു പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് അങ്ങനെയാണ് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കുന്നത്. പിന്നെയാണ് റീമിക്സിങ് പരിപാടികളൊക്കെ തുടങ്ങിയ, മാഷപ്സ്, റീമിക്സസ് ഒക്കെ തുടങ്ങി. ഇതിലേക്ക് കൂട്ടാനുള്ള ഇവരെ ഓൾറെഡി നമ്മുടെ ക്രൂവില് ഉണ്ട്. ഞാൻ ഫുൾ ടൈം ഡാൻസർ ആയിരുന്നു. ഓൾറെഡി ഒരു ഡാൻസ് കമ്പനി ഉണ്ട്, അതിലെ സ്റ്റുഡൻസ് ആണ് ആക്ച്വലി. ഇവര് സ്റ്റുഡൻസ് ആയിരുന്നു, പിന്നെ ക്രൂ മെമ്പേഴ്സ് ആയി. സ്റ്റുഡൻസ് തന്നെയാണ് മോസ്റ്റ്ലി ക്രൂവിലേക്ക് നമ്മളെ ആഡ് ചെയ്യുന്നത്. ഡാൻസ് കമ്പനിയെ പറ്റി പറയാവോ? ഡീസോൾസ് ഡാൻസ് കമ്പനി എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഡീസോൾസ് ആക്ച്വലി 2013 ക്രൂ ആയിട്ട് ഡീസോൾസ് ക്രൂ എന്ന് പറഞ്ഞ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ടൈമിൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുവാണ്. എൻ്റെ നൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവരൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ കവേഴ്സ് ഇടാറുണ്ട്. ഏതെങ്കിലും പുതിയ സോങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളുടെ ഒരു സ്റ്റൈൽ ഡാൻസ് കൊറിയോഗ്രാഫി ഇട്ടിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഫേസ്ബുക്കിലായിരുന്നു അന്നത്തെ സംഭവങ്ങൾ, ഇൻസ്റ്റ വന്നിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഇടുന്നതിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും, അതുപോലെ യൂട്യൂബിൽ നമ്മൾ ഇതുപോലെ കവേഴ്സ്, അന്ന് ആരും ഇതുപോലെ കവേഴ്സ്, ഡാൻസ് കവേഴ്സ് അങ്ങനെ ചെയ്യലുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വെസ്റ്റേൺ ഡാൻസ് സ്റ്റൈൽ മലയാളം സോങ്ങിൽ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയി. അപ്പം അങ്ങനെ ഹൃദയത്തിൽ നിറമായി പാട്ട് മറ്റേ ഇറങ്ങിയ ദുൽഖർ സൽമാന്റെ മൂവിയിലെ പാട്ട് ഇറങ്ങിയ ടൈമിൽ നമ്മളിതുപോലെ കവർ ചെയ്തിട്ടപ്പോൾ DQ അത് ഷെയർ ചെയ്തു ട്വിറ്ററിലിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കത്തി, ഓക്കെ ഇത് നമ്മുടെ ഐറ്റമാണ്, നമുക്ക് ഇനി ഇറക്കണം. അപ്പോൾ അങ്ങനെ ഈ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് വീണ്ടും ഇൻട്രസ്റ്റഡ് ആണ് ക്രൂവിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല സ്ഥലത്തുനിന്നും കുറച്ചുപേര് വന്നു, കുറച്ചുപേര് പോയി. ബാക്കി നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നവർ ഇപ്പോഴും ക്രൂവിലുണ്ട്. അപ്പം അങ്ങനെ
2013 ക്രൂ ആയിട്ട് തുടങ്ങി 2017 നമ്മളൊരു ഡാൻസ് സ്റ്റുഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. എത്ര ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്? ഇപ്പൊ 2 ഡാൻസ് സ്റ്റുഡിയോ ആണുള്ള. ഒന്ന് ചാലക്കുടിയിലാണ് ഡീസോൾസ്, പിന്നെ മൂവാറ്റുപുഴയിലും ഒരു ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. ടോട്ടൽ എത്ര പിള്ളേരുണ്ടാവും എല്ലാത്തിലും കൂടി? ഒരു 200+ ഉണ്ടാവും. 200. ഇപ്പൊ ഒരു പാട്ട് കേൾക്കുമ്പോ ഇതങ്ങനെ ചെയ്താലോ എന്നുള്ള ഒരു തോട്ടൊക്കെ എങ്ങനെയാ വരുന്നത്? അതായത് ഏത് പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ ഇത് വെക്കുമോ, ഇതിനൊരു റീല് പോണം, റീലും അങ്ങനെ ആ ഒരു പ്രോസസ് എങ്ങനെയാ? എപ്പോഴും അത് കത്തണമെന്നില്ല. ചില സമയത്ത് അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇരിക്കേണ്ടി വരും. പിന്നെ ആക്ച്വലി ഞാൻ DJ ആയതുകൊണ്ട് എനിക്കൊരു ഹ്യൂജ് സോങ് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും സോങ് കളക്ഷൻ വെക്കണം. അപ്പൊ നമ്മൾ ആക്ച്വലി ക്രൗഡിനെ റീഡ് ചെയ്തിട്ടാണ് പാട്ട് പ്ലേ ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് സോങ്സ് വേണം. അപ്പൊ നമ്മള് പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കും, ഏതെങ്കിലും കേട്ട് നോക്കും മാച്ച് ആവണുണ്ടോന്ന്. അപ്പൊ അതൊരു കുറച്ച് ചിലപ്പോ പെട്ടെന്ന് റെഡിയാവും. ഇത് അതുപോലെ പെട്ടെന്ന് റെഡി ആയതാണ്. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവും. പിന്നെ നിങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ ഭയങ്കര സ്പീഡ് ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ പാട്ടുകളാണോ ചൂസ് ചെയ്യുന്നത് റീലിൽ? ആക്ച്വലി കുറച്ചും കൂടെയും ഇതുപോലെ എൻഗേജിങ് ആയിട്ടുള്ള വൈറലാവാൻ കാരണം ആൾക്കാർക്ക് ഇത് ഡാൻസ് കളിക്കണം എന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ്. എല്ലാവരും സേവ് ചെയ്ത് വെക്കുന്നത് ഇവർക്ക് എടുത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് തന്നെ സേവ് ചെയ്തിട്ടില്ലേ, അപ്പം അതന്നെ സംഭവം. അപ്പൊ ഇത് വൈറലാവണമെങ്കിൽ ഇതുപോലെ ഡാൻസബിൾ സാധനം ആക്കണം. അതെ, നമുക്ക് സ്ലോ സോങ്സ് നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, പക്ഷെ ഇത് വേറെ ആരും എടുത്ത് ട്രൈ ചെയ്യൂല, അതവിടെ ഇരിക്കും. നിങ്ങൾക്ക് അറിയാലോ നേരത്തെ. ഓക്കെ, ഇനി അടുത്തത് വരണത് നിങ്ങളുടെ ഓരോ സോങ്സിനെ പറ്റിയിട്ട് ഓരോ മിക്സിങ് പറയാം. അപ്പൊ ജസ്റ്റ് ആ ഒരു സംഭവം എങ്ങനെയാണ് ശരിക്കും വന്നത്? ഇപ്പൊ പറഞ്ഞില്ല നമ്മുടെ അൺഎക്സ്പെക്ടഡ് സംഭവം വന്നത്, അതുപോലെ ഓരോന്നിനും ഒന്ന് പറയാട്ടെ എങ്ങനെ വന്നിരുന്നു. കാരണം ഫീലിങ്സും വളകിലക്കണ കുഞ്ഞോളെ അതും ആ സമയത്ത് ഞാനത് കേട്ടപ്പോ അല്ലു അർജുൻ ലൈക്ക് നമ്മള് മലയാളികൾ ഏറ്റെടുത്ത ഒരു നടനാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മണിച്ചേട്ടൻ്റെ. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ ഫുള്ള് എല്ലാം നോക്കുന്നത് മണിച്ചേട്ടൻ്റെ പാട്ടുകളായിട്ട് റിലേ. കാരണം എനിക്ക് ലൈവ് പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും മണിച്ചേട്ടൻ്റെ പാട്ടിടുമ്പോൾ ഒരു പ്രത്യേകം ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ഞാൻ മണിച്ചേട്ടന് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ക്രൗഡ് ആകെ ഇളകി മറയും. അപ്പൊ ഞാൻ ആ സമയത്ത് ഫുള്ളും മണിച്ചേട്ടനിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമായിരുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടായിട്ട് കുറെ ട്രൈ ചെയ്തായിരുന്നു. വേടൻ വന്നപ്പോൾ വേടൻ മണിച്ചേട്ടനോ എങ്ങനെ കൊളാബ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ കുറെ ചിന്തകളുണ്ട്. അപ്പോഴാണ് ഈ ഫീലിങ്സ് ഇറങ്ങുന്നത്. അപ്പൊ മണിച്ചേട്ടൻ്റെ പാട്ടായിട്ട് അങ്ങനെ വെച്ചപ്പോഴാണ് ഈ പാട്ട് ആൾക്കാർ മറന്നു കിടക്കായിരുന്നു, വളകിലിക്കണ കുഞ്ഞോ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞപ്പോ അത് കറക്റ്റ് സെയിം സ്കെയിലുള്ള പാട്ടാണ്, കറക്റ്റ് മാച്ചായി പോയി. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാച്ച് ചെയ്ത് കുറെ ഇത് എടുക്കും കേട്ടോ, ടാസ്ക് അല്ലേ എന്നാൽ ഇങ്ങനെ ഓരോന്ന് നോക്കണ്ടേ. ആൻഡ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം സപ്പോസ് അങ്ങനെ മാച്ച് കിട്ടിയില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടോ? ചേട്ടൻ ഓരോ മിക്സ് ട്രൈ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരും. ചിലത് എനിക്ക് അയച്ചു തരും, രാത്രിയൊക്കെ അയച്ചു, വെളുപ്പിനൊക്കെ 1 മണിക്ക് 2 മണിക്കൊക്കെ ട്രാക്ക് ചെയ്യടാ ഇത് കേട്ടിട്ട് എങ്ങനെയാണ് നോക്കും. കേൾക്കും ചേട്ടാ ഇതൊരു അപ്പൊ ടീച്ചർ രാവിലെ ആകുമ്പോ വേറെ ട്രാക്ക് വരും. ടീച്ചർ ഇത് സെറ്റ് ഉറക്കമില്ലല്ലേ രാത്രി ബാറ്റ്മാനാണ്. ഓക്കെ, നെക്സ്റ്റ് എല്ലാരും അടിച്ചു കയറി വാ താമരപ്പെണ്ണെ. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഈ വേർഡ് പ്ലേ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് DJയില്. നമ്മളൊരു പാട്ടിന്റെ നമ്മൾ അന്താക്ഷരി കളിക്കണ പോലെ ഒരു അക്ഷരം വെച്ച് എൻഡ് ചെയ്യുന്നിടത്ത് അടുത്തൊരു സോങ്ങിന്റെ അക്ഷരം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അന്താക്ഷരി കളിച്ചൊരു ഐഡിയയിലാണ് അതുണ്ടാക്കിയത്. അപ്പൊ അടിച്ചു കയറി വാ, അപ്പൊ ഞാൻ അടിച്ചു കയറി വാ വെച്ചിട്ട് അപ്പൊ വാ പിടിച്ചിട്ട് തുടങ്ങണ പാട്ടുകൾ ഇങ്ങനെ ആലോചിച്ചപ്പോ വാദി കമ്മിങ് വന്നു, വാ താമരപ്പെണ്ണെ വന്നു, പിന്നെ വാദിയാരെ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് വന്നു. ഇതിനകത്ത് മലയാളി സ്വന്തം ഏറ്റെടുക്കാൻ പോണത് വാ താമരപ്പെണ്ണയായിരിക്കുള്ളൂ. അപ്പൊ അത് വാ ലൂപ്പ് ചെയ്ത് ഞാൻ ലൂപ്പ് ചെയ്ത് അതിൽ നിന്ന് നേരെ പിന്നെ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ഡാൻസ് കളിക്കണതിൻ്റെ ഒരു സാധനമൊക്കെ റിയാസ് ഖാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡയലോഗ്സ് ഒക്കെ മാച്ചിങ് ആയിരുന്നു അതിനകത്തുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ഡയലോഗ്സിന് ഫുള്ള് പാട്ട് ആ മൂവിയുടെ ആ ക്ലിപ്പ് എടുത്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ തോന്നി എനിക്കൊന്ന് കളിക്കണം, ഓക്കെ വാ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി റീമിക്സ് പോർഷൻ സ്റ്റാർട്ട് ചെയ്തു. അത്ര നേരം ഒറിജിനൽ ഇട്ടിട്ട് പിന്നെ റീമിക്സ് സ്റ്റാർട്ട് ചെയ്തു. അത് സംഭവം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഇത് ആരാണ് ഇതിന്റെ ഒറിജിനൽ ചെയ്ത ആളെന്ന് വരെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അതെ, അതൊരു പ്രശ്നമാണ് ഇൻസ്റ്റാഗ്രാമില് ചിലപ്പോ. അതെ, ഇത് നമ്മൾ ഇറക്കി കഴിയുമ്പോ ഇത്
അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് പോയി അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെക്കാളും കൂടുതൽ വ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, മാറിന്ന് കരയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ഒറിജിനൽ സോങ് അല്ല, നമ്മളെല്ലാം റീമിക്സും മാഷപ്സും ആണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ വേറെ ഒരു പാട്ട് അടിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അമ്മയുടെ കൂടെ വന്നിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് ക്യാപ്ഷനിൽ. ശരിക്കും അമ്മയാണോ ഏറ്റവും എല്ലാം നോക്കിയല്ലേ? ഫുൾ പഠിച്ചിട്ട് ഞാൻ ഈ പണിക്ക് വരും. അമ്മ ആണ്, അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് തോന്നണില്ല ഇതുപോലെ കുറെ ആർട്ടിസ്റ്റുകൾ ഇല്ലാണ്ടായി പോയത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് വേറെ പണിക്ക് പോകേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയതിനെ ഇവിടെ ഇരിക്കൂല. അപ്പോൾ ആദ്യം കുറച്ച് ഇത് എങ്ങോട്ടാ പോക്കെന്ന് മനസ്സിലാവണില്ല. പിന്നെ വൺസ് നമ്മൾ കഴിവ് പയ്യെ തെളിയിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഷീ വാസ് ദ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ. ഇപ്പോഴും ഇടയ്ക്ക് എൻ്റെ ഷോസിനൊക്കെ വന്ന് ഫ്രണ്ടിൽ നിന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വരാനൊക്കെ. ആളും അത്യാവശ്യം പാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് പറയും, എടാ എന്നെ ഡാൻസ് പഠിപ്പിക്കടാ. ഞാൻ ഡീസോൾസിൽ പൊക്കാന്മാര് പഠിപ്പിക്കുന്നത്, നീ എന്നെ കൊണ്ടുവിട്. നിങ്ങളുടെയോ? സപ്പോർട്ടാണ്, പക്ഷെ അവർക്കറിയാമല്ലോ ഇതിന്ന് ഏണിങ്സ് ഉണ്ടാക്കണ ഇത് അവർക്ക് അത് വെച്ച് നോക്കുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. ഇപ്പൊ പ്രാക്ടിക്കലി ഇപ്പൊ ചെയ്ത് കാണിക്കുമ്പോൾ ഇപ്പൊ സപ്പോർട്ടീവ് ആണ്, ഇപ്പൊ ഓക്കെയാണ്. പഠിച്ചു വെച്ചിട്ടാണ് വന്ന് വീട്ടിലതൊക്കെ തന്നെ ഫസ്റ്റ് എല്ലാവരുടെ പോലെ തന്നെ പഠിപ്പ് കഴിഞ്ഞാൽ ജോലിക്ക് പോകണം എന്നുള്ള സെയിം കോൺസെപ്റ്റ് തന്നെ അവർക്കും. പിന്നെ നമ്മള് അത് പറഞ്ഞു കാണിച്ചു കൊടുത്തു, ലൈക്ക് നമുക്ക് ഏണിങ്സ് ഇതിൽ നിന്ന് കിട്ടും, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഹാപ്പിയാണെന്ന്. ഞാൻ ജോലിക്ക് പോയപ്പോഴും ഞാൻ ഈ ലൂപ്പിൽ കിടന്ന് കറങ്ങണ പോലെ ആയിരുന്നു. സോ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഹാപ്പിയാണ്, ടൈമുണ്ട്, വീട്ടിലേക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട്, ഞാനും ഹാപ്പിയാണ്. സോ അവരും ഹാപ്പിയാണ്. അതുപോലെ ആട് 3 ഇറങ്ങാൻ പോണേ ഉള്ളൂ, പക്ഷെ അതിന് മുന്നേ നമ്മൾ റാപ്പ് ചെയ്തു. അതെ, എങ്ങനെയുണ്ട്? ലൈവ് പെർഫോമൻസിന് വേണ്ടി ചെയ്തതാ. റീൽ എടുക്കണം എന്നുള്ള പ്ലാനിൽ ചെയ്തതല്ല. ലൈവ് പെർഫോമൻസിന് എപ്പോഴും വെറുതെ ആൾക്കാർക്ക് പാട്ട് മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് മോസ്റ്റ്ലി DJs എല്ലാവരും അവിടെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഡാൻസറും കൂടെ ആയതുകൊണ്ട് ഞാനിതുപോലെ ക്രൗഡിൽ അടുത്തേക്ക് ചെന്നിട്ട് അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ക്രൗഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും വേണം അവരെ കൊണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ പെർഫോമൻസിൻ്റെ ഇടയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻട്രാക്റ്റീവ് സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഈ വി വിൽ റോക്ക് യു എന്ന സാധനം നമ്മൾ ലൈവ് ശരിക്കുള്ള വി വിൽ റോക്ക് യുൻ്റെ അതിനകത്ത് തന്നെ കാണും, ക്രൗഡ് എല്ലാവരും ഒരുമിച്ച് പാടുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ലൈക്ക് വേൾഡ് വൈഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ലൈക്ക് എപ്പോഴും ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വി വിൽ റോക്ക് ആയിട്ട് ഏത് മലയാളം പാട്ടാണ് മാച്ച് ചെയ്യാന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് കോടി കയറണ പൂരമായി കിട്ടെ. അപ്പോൾ അത് ആക്ച്വലി ഞാൻ ലൈവിൽ പെർഫോം ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ റീൽ ഇടുന്നത്. എവിടെ സ്റ്റുഡിയോ എല്ലാം സെറ്റ് ചെയ്തേക്കണേ? അതായത് ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്, അല്ലാണ്ട് മ്യൂസിക് അതിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ത്രൂ നമ്മൾ കാണുന്ന സംഭവമൊക്കെ DJയുടെ റീൽസ് ഒക്കെ കാണുന്നത് എൻ്റെ വീട്ടിലെ റൂം കൺവേർട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഡാൻസ് ഈ റീലിന് വേണ്ടിയിട്ട് മാത്രം ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഈ ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്താണ്. ബാക്കി പ്രാക്ടീസ് സെഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മെയിൻ ഡാൻസ് സ്റ്റുഡിയോയിലേക്ക് പോകും. അവിടെ മിററൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്തിട്ടാണ്. എപ്പോഴെങ്കിലും പാളി പോയിട്ടുള്ള ഇതിലെ മിക്സിംഗ് ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഒരെണ്ണം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുവാണെങ്കിൽ അന്നെ പാത്തേ ആ പാട്ട് കമന്റിൽ കുറെ ട്രോള് വന്നിട്ട് എന്നിട്ട് പിന്നെ അത് കളഞ്ഞിട്ട് രണ്ടാമത് ഇല്ല കളഞ്ഞില്ല. അത് ആ സാധനം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തി, സംഭവം വൈറലായി, ഇത്രയും മില്യൺ വ്യൂസ് വന്നു. പക്ഷെ കമന്റ് സെക്ഷൻ തുറക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മെയിൻ പരിപാടി തെറി വിളിക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുള്ളൂ. പക്ഷെ ആൾക്കാരങ്ങനെയല്ല, നല്ല തെറിവിളി കേൾക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ ആ തെറിവിളിയൊക്കെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമുക്ക് അടുത്തത് മിക്സ് ഇടാമെന്ന് വിചാരിച്ചിട്ട് സെയിം പാട്ട് തന്നെ എടുത്തിട്ട് അത് മറ്റേ സുലേഖ മനസ്സിലുള്ള ഒരു പാട്ട് അപ്പോൾ ആ പാട്ടായിട്ട് മിക്സ് ചെയ്തപ്പോൾ മിക്സഡ് കമൻസ് ആയി. കുറച്ച് പേര് ഇപ്പം ശരിയായി. ചിലവർ പറഞ്ഞു എന്ത് ചെയ്തിട്ടൊന്നും നടപടി ആവണില്ലല്ലോ, ചിലവർ പറഞ്ഞു നിർത്തി ആറോലെ പഠിക്കും പോടാ.
അപ്പോൾ അങ്ങനെ വരാറുണ്ട്. അടുത്ത നിങ്ങളുടെ പ്രൊഡക്ഷന്റെ ഒരു പ്ലാനിങ് എന്തെങ്കിലും ആയോ? ലൈവ് പെർഫോമൻസിന് വേണ്ടിയിട്ട് കുറേ മിക്സുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശക്തിമാൻ എല്ലാവരും മറന്നു കിടക്കണം. അപ്പോൾ ശക്തിമാൻ്റെ ഒരു സാധനം ഒരു ഇലക്ട്രോണിക് മ്യൂസിക് ആക്കി വെച്ചിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാൻ അത് കുറച്ച് പണിയുണ്ട്. അത് കുറച്ച് വലിയ പ്രൊജക്റ്റ് ആക്കി ചെയ്തേക്കാം. അപ്പോൾ അത് ഒഫീഷ്യൽ റീമിക്സ് പോലെ ഫുൾ വേർഷൻ പോലെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സോങ്സ് എടുക്കുന്നതാണെങ്കിലും ഒറിജിനൽ ക്രിയേറ്റേഴ്സിന്റെ സോങ്സ് ആണ് എടുക്കണത്. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറെ പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഏത് സോങ്ങിന് ആരെന്താ പറഞ്ഞു? വിഷ്ണു വിജയ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ മിക്ക പാട്ടുകളും മിക്സ് ചെയ്യുമ്പോൾ പുള്ളി ഒന്നെങ്കിൽ റീഷെയർ ചെയ്യും അല്ലെങ്കിൽ പുള്ളി കമന്റ് ചെയ്യും. ആലപ്പുഴ ജിംഖാനയിലെ ഒരു മിക്സ് എവ്രി ഡേ, അതും മായ നദിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോപി സുന്ദർ എപ്പോഴും കമന്റ് ചെയ്യും അല്ലെങ്കിൽ ഷെയർ ചെയ്യും, റീഷെയർ ചെയ്യും. പുള്ളിക്ക് എന്ത് ടാഗറ്റ് എടുത്താലും പുള്ളി ഭയങ്കര സപ്പോർട്ടീവാണ്. ഇനി നെക്സ്റ്റ് വരാനുള്ള അപ്കമിങ് ഡീജേസിനോട് എന്താണ് പറയുന്നത്? അപ്കമിങ് ഡീജേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ യൂണീക്കായിട്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. കാരണം ഓൾറെഡി കുറേ ഡീജേഴ്സ് ഉണ്ട്. നമ്മളെ എങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു എന്നുള്ളതിലാണ് ശരിക്കും കാര്യം ഇരിക്കുന്നത്. ഡാൻസിങ് ഡിജെ പോലെ എൻ്റെ കഞ്ഞി പാറ്റയുടെ ചുമ്മാ പറഞ്ഞതാ. അതെ യെസ്. ഇനിയൊരു കോവിഡും കൂടെ വന്നാൽ ചിലപ്പോൾ ഞാൻ അതും ട്രൈ ചെയ്യും. യൂണിക്കായിട്ടിരിക്കാം, മാക്സിമം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരാം. ഭയങ്കര മിക്സഡ് പ്ലേലിസ്റ്റുകളാണ്. ഞാൻ മോസ്റ്റ്ലി മെലഡീസാണ് കേൾക്കാറ്. അതാരും പ്രതീക്ഷിക്കില്ല സംഭവം. എൻ്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ മായാനദി ഈ ഒക്കെ പാട്ടുകളൊക്കെയാണ് എൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഷോ ഒക്കെ കഴിഞ്ഞ് കാറ് കയറി കഴിഞ്ഞാൽ സമാധാനമുള്ള പാട്ടറാ. അപ്പോൾ നമ്മൾ പേഴ്സണലി കേൾക്കുക ഇങ്ങനത്തെ പാട്ടുകളാണ്. പക്ഷെ മിക്സ്ഡ് ആയിട്ട് ഇവര് നമ്മള് വെസ്റ്റേൺ സോങ്സ്, മൈക്കൽ ജാക്സൺ, റാപ്പേഴ്സ്, സെൻട്രൽ സി, ജസ്റ്റിൻ ബീബർ, സെയിം ഹിപ്പ് ഹോപ്പ്. പിന്നെ ആർക്ക് ഫീൽ ഗുഡ് പറവേലത്തെ സോങ്, അങ്ങനത്തെ സോങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടില്ല. ഡാൻസിങ് ഡിജെ എന്നുള്ള ആ പേര് ശരിക്കും വിട്ടത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടതാണ്. ഡാൻസിങ് ഡിജെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഒന്ന് കണ്ടുപിടിക്കേണ്ട വന്നില്ല. ഓൾറെഡി അതെ ഡാൻസ് കളിക്കും. എത്ര നാളുകളായിട്ട് നിങ്ങൾ ഡാൻസിങ് ഡിജെ ആ ഒരു യാത്ര എത്ര മനോഹരമായിരുന്നു. ഇല്ല ഞാൻ നോക്കണേ ഇല്ല. ഡീൻ ചേട്ടൻ്റെ ഒപ്പമുള്ള ലൈഫ് അടിപൊളിയാണ്. ലൈക്ക് ഫുള്ളി എന്റർടൈൻമെന്റും കാര്യങ്ങളാണ്. നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല. ഫുൾ ഓണാണ്. എല്ലാം പോസിറ്റീവ്. ഡീൻ എപ്പോഴും പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. തല്ല് ചീത്ത പറയില്ല, ശാന്തമായി സംസാരിക്കുന്നു. ഞാൻ പിന്നെ ഷോസ് ഒക്കെ ആയാലും അടിപൊളിയാണ്. കോൺസെർട്ട് നടത്തിയാലും ഡി ജെ വിത്ത് ഡാൻസ്. ഇവര് ഡി ജെ ട്രാക്ക് പ്ലേ ചെയ്യുമ്പോൾ ഡി സോൾസ് ഞങ്ങളുടെ ക്രൂ ഇടയ്ക്കിടയ്ക്ക് കയറി പെർഫോം ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സോങ്സും കാര്യങ്ങളൊക്കെ അത്രയും കിഡിലിനായിട്ട് മിക്സ് ചെയ്തിരുന്നത് ഡീൻ ചേട്ടനാണ്. ആൻഡ് ഡീൻ ചേട്ടൻ്റെ ഒപ്പം സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ തന്നെ വേറെ വൈബാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us. ഡാൻസിങ് ഡിജെയും ഇനിയും കുറെ നാള് ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഡിജെ ചെയ്ത് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. താങ്ക് യു കൂടെ തന്നെ ഡാൻസ് ചെയ്ത് അടിപൊളിയായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.